ഇതാണ് നമ്മുടെ SIR പൂരിപ്പിക്കേണ്ട ഫോം. ഇതെങ്ങനെയാണ് കൃത്യമായ രീതിയിൽ തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഉള്ള ഒരു വീഡിയോയും ഇതിന് ഇടയിൽ വരുന്ന കുറേ സംശയങ്ങളുടെയും ഉത്തരങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഒന്നാമത്തെ കോളം നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ 2002 വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ ഈ രണ്ടാമത്തെ കോളമാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണം 2002 നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് തന്നെ വീട്ടിലിരുന്ന് പെട്ടെന്ന് തന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ബൂത്ത് നമ്പറും നിങ്ങളുടെ പേരും പിന്നെ നിയോജക മണ്ഡലവും അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൽ പേരുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ ആ ഒരു അടുത്ത പേജിൽ വരുന്നതായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ എല്ലാ വിവരങ്ങളും നൽകണം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിൽ 2002 ആളാണെങ്കിൽ രണ്ടാമത്തെ കോളവും, ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്നാമത്തെ കോളവും പൂരിപ്പിക്കണം. ആ 2ലും 3ലും ആ 2002 വോട്ടർ ലിസ്റ്റിലുള്ള വിവരങ്ങൾ മാത്രമാണ് പൂരിപ്പിക്കേണ്ടത്. ഇപ്പോഴുള്ള വിവരങ്ങളോ ഇപ്പോഴുള്ള ഇലക്ഷൻ ID നമ്പറോ ഒന്നും പൂരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ 2002 എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വോട്ടർ ലിസ്റ്റ് പട്ടിക കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി പൂരിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം അതിൽ നൽകിയിട്ടുള്ള ബന്ധുവിൻ്റെ പേരൊക്കെ നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ co.kerala.in വോട്ടർ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരള വോട്ടേഴ്സ് കോർണർ CO കേരള ഇലക്ടറൽ റോൾ SIR 2002 CO കേരള എന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾക്ക് വോട്ടേഴ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്യാം. വോട്ടേഴ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണും. അവിടെ ഞാൻ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ മുഴുവനായിട്ട് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ വോട്ടേഴ്സ് പോർട്ടൽ, ട്രാക്ക് യുവർ ഫോം സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ SIR 2002 എന്നുള്ളതാണ്, 2002 എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്കിതൊക്കെ മലയാളത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ മലയാളം അവിടെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടും. ആ കാര്യങ്ങളൊക്കെ ഇവിടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വോട്ടേഴ്സ് കോർണർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പോളിംഗ് ബൂത്ത് അറിയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ ജില്ലയും അവിടുത്തെ പോളിംഗ് ബൂത്ത് നമ്പേഴ്സും വരും. ഇപ്പോൾ കാസർഗോഡുള്ള പോളിംഗ് ബൂത്ത്, കണ്ണൂരുള്ളത്, പയ്യന്നൂർ, ധർമ്മടം, മട്ടന്നൂർ പോളിംഗ് സ്റ്റേഷൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് മലയാളത്തിലാക്കിയാൽ അങ്ങനെ ഉണ്ടാവാം. വീണ്ടും നമ്മൾ ഇംഗ്ലീഷിലേക്ക് തന്നെ ആക്കാം. ബാക്ക് അടിച്ചിട്ടോ നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു വോട്ടേഴ്സ് കോർണർ 2002 ലിസ്റ്റ് നോക്കാനല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഇതിൽ വരിക. ഇവിടെ നമ്മൾ ഇലക്ടറൽ SIR 2022 സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ സെർച്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ്, LAC, ബൂത്ത് നെയിം, വോട്ടർ നെയിം, ഹൗസ് നെയിം, പാർട്ട്, സീരിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ, തിരുവനന്തപുരം, കൊല്ലം, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടേക്ക് ചെയ്താൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക. LACയും തിരഞ്ഞെടുക്കുക. ഏതാണ് നിങ്ങളുടെ നിയോജക മണ്ഡലം അത് 2002 നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതാണോ പിന്നെ ബൂത്ത് നെയിം കൊടുക്കുക. ഏതാണോ സ്കൂള് അത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഓരോ സ്കൂളിൽ തന്നെ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നൊക്കെ കണ്ടില്ലേ. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്ന ഫോമില്ലേ, ആ ഫോമിൽ വിവരങ്ങൾ എഴുതിയിട്ടുണ്ടാവും, തെക്കാണോ കിഴക്കാണോ എന്നൊക്കെ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വോട്ടറിൻ്റെ നെയിം, ആരുടെ പേരാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു വോട്ടറിൻ്റെ നെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ ക്ലിക്ക് ഹിയർ ടു യൂസ് ഗൂഗിൾ ടൂൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളത്തിൽ ആവുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം കീബോർഡ് നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ, ഇങ്ങനെ മലയാളം കീബോർഡ് ഉണ്ടെങ്കിൽ മലയാളം ഇന്ത്യ, മലയാളം ഇംഗ്ലീഷ് അങ്ങനെയുള്ള ആ ഒരു ഭാഷാ ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ മലയാളം കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ വീട്ടുപേരും മലയാളത്തിൽ കൊടുക്കുക. പാർട്ട് സീരിയൽ നമ്പർ അറിയാമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇതൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു LIC ബൂത്ത് നെയിമും ഹൗസ് നെയിമും പേരും ഒക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ, ഇത് പൂരിപ്പിക്കണമെന്നില്ല, പാർട്ട് സീരിയൽ നമ്പർ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. പേര് വരും, ഏജ്, സെക്സ്, ID കാർഡ് നമ്പർ, ഹൗസ് നെയിം, റിലേറ്റഡ് പേഴ്സൺ, പാർട്ട് നമ്പർ, പാർട്ട് സീരിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ പാർട്ട് നമ്പർ, പാർട്ട് സീരിയൽ നമ്പറൊക്കെയാണ്. ഭാഗ നമ്പർ, ക്രമം നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് പൂരിപ്പിക്കാനില്ലേ, അതൊക്കെ ID കാർഡ് നമ്പറും ആ 2002 നമ്പർ തന്നെ വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.